എല്ലാവർക്കും ദ്രോണാചാര്യ പെരുമ്പാവൂരിലേക്ക് സ്വാഗതം. കേരള ബാങ്ക് ക്ലർക്ക് ക്യാഷ്യർ എക്സാമിനെ മുൻനിർത്തി സിലബസ് ഓറിയന്റഡ് ആയി പാർട്ട് 1 കോർപ്പറേഷൻ, മൊഡ്യൂൾ 1 കോർപ്പറേഷൻ ആൻഡ് അതർ എക്കണോമിക് സിസ്റ്റംസ് റിലേറ്റഡ് ആയിട്ടുള്ള സെലക്ടഡ് ക്വസ്റ്റ്യൻസ് ആൻഡ് ആൻസേഴ്സ് ആണ് നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 1. ചൂസ് ദ ഇൻകറക്റ്റ് ആൻസേഴ്സ്. The following are the common points between cooperative society and the socialist concern. First one, both maintaining economic inequality and offer no opportunity for the development of glaring inequalities of income and wealth. Second one, both aims at the abolition of class struggle and poverty in the midst of plenty, which militates against the norms of a welfare state. Third one, both aims at the welfare of the community and the promotion of social justice and progress. Fourth one, none of this. Options are option A 1 only, option B 2 and 3 only, option C 4 only, option D 1 and 3 only. ഇനി നമുക്ക് ഈ ക്വസ്റ്റ്യൻ ബേസ്ഡ് ആയിട്ട് എങ്ങനെയാണ് ആൻസർ വരിക എന്ന് നോക്കാം. നമ്മളോട് ചോദിച്ചിരിക്കുന്നത്, തന്നിരിക്കുന്നതിൽ ഇൻകറക്റ്റ് ആയിട്ടുള്ള ആൻസേഴ്സ് ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതായത് ഫോളോവിങ് ആർ ദ കോമൺ പോയിന്റ്സ് ബിറ്റ്വീൻ കോപ്പറേറ്റീവ് സൊസൈറ്റി ആൻഡ് സോഷ്യലിസ്റ്റ് കൺസേൺ. ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെയും സോഷ്യലിസ്റ്റ് കൺസേണും റിലേറ്റഡ് ആയിട്ട് സിമിലാരിറ്റീസ് അല്ലെങ്കിൽ കോമൺ പോയിന്റ്സ് ആണ് നൽകിയിരിക്കുന്നത്. ഫസ്റ്റ് വൺ പറഞ്ഞിരിക്കുന്നത് നോക്കാം. ബോത്ത് മെയിൻറ്റെയിനിങ് എക്കണോമിക് ഇൻഇക്വാലിറ്റി ആൻഡ് ഓഫർ നോ ഓപ്പർച്യൂണിറ്റി ഫോർ ദ ഡെവലപ്മെന്റ് ഓഫ് ഗ്ലെയറിംഗ് ഇൻഇക്വാലിറ്റീസ് ഓഫ് ഇൻകം ആൻഡ് വെൽത്ത് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നോക്കുക, ഇവർ രണ്ടുപേരും ചെയ്യുന്നത് എന്താണ്? ഇൻഇക്വാലിറ്റി അല്ല മെയിൻറ്റെയിൻ ചെയ്യുന്നത്, ഇക്വാലിറ്റിയാണ്. ഇൻഇക്വാലിറ്റി അല്ല, ഇക്വാലിറ്റിയാണ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. അപ്പോൾ ഒന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണ്. സെക്കൻഡ് വൺ നോക്കാം. ബോത്ത് എയിംസ് അറ്റ് ദ അബോളിഷൻ ഓഫ് ക്ലാസ് സ്ട്രഗിൾ ആൻഡ് പോവർട്ടി ഇൻ ദ മിഡസ്റ്റ് ഓഫ് പ്ലെൻറ്റി വിച്ച് മിലിറ്റേറ്റ് എഗൻസ്റ്റ് ദ നോംസ് ഓഫ് എ വെൽഫെയർ സ്റ്റേറ്റ്. എന്താണ് പറയുന്നത്? ഒരു സ്റ്റേറ്റിനെ വെൽഫെയറിലേക്ക് നയിക്കുന്ന ഘടകങ്ങൾക്ക് വിരുദ്ധമായി നിൽക്കുന്ന അല്ലെങ്കിൽ തടസ്സമായി നിൽക്കുന്ന കാര്യങ്ങളാണ് ഈ പറയുന്ന ക്ലാസ് സ്ട്രഗിള്. അതുപോലെ എന്താണ്? പോവർട്ടി ഇൻ ദ മിഡസ്റ്റ് ഓഫ് പ്ലെൻറ്റി. അതായത് ഒരു സമൂഹത്തിൽ ഒരു പറ്റം ആളുകൾ എന്താണ് സമ്പന്നരായും മറിച്ച് ഒരു പറ്റം ആളുകൾ ദരിദ്രരായി നിൽക്കുന്ന അവസ്ഥ. ഇതൊക്കെ ഒരു സ്റ്റേറ്റിനെ വെൽഫെയറിലേക്ക് നയിക്കുന്നതിന് തടസ്സമായി നിൽക്കുന്ന ഘടകങ്ങളാണ്. അതിനെയൊക്കെ അബോളിഷ് ചെയ്യുക എന്നത് ലക്ഷ്യം തന്നെയാണ്, എയിം തന്നെയാണ്. അതുകൊണ്ട് രണ്ടാമത്തതും ശരിയാണ്, രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണ്. തേർഡ് വൺ നോക്കുക. ബോത്ത് എയിംസ് അറ്റ് ദ വെൽഫെയർ ഓഫ് ദ കമ്മ്യൂണിറ്റി ആൻഡ് ദ പ്രൊമോഷൻ ഓഫ് സോഷ്യൽ ജസ്റ്റിസ് ആൻഡ് പ്രോഗ്രസ്. എന്താ പറഞ്ഞിരിക്കുന്നത്? രണ്ട് കാര്യങ്ങളും വെൽഫെയർ ഓഫ് ദ കമ്മ്യൂണിറ്റീനെ ബേസ് ചെയ്തിട്ട് തന്നെയാണ് പോകുന്നത്. അതുപോലെ തന്നെ എന്താണ്? പ്രൊമോഷൻ ഓഫ് ദ സോഷ്യൽ ജസ്റ്റിസ് ആൻഡ് പ്രോഗ്രസ്സും വരുന്നുണ്ട്. അപ്പോൾ തേർഡ് വണ്ണും ശരിയാണ്. ഫോർത്ത് വൺ നൺ ഓഫ് ദീസ് ആണ്. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ഇൻകറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ്. അപ്പോൾ ഇവിടെ ആൻസർ വരുന്നത് ഒന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് മാത്രമാണ് ഇൻകറക്റ്റ്. ആൻസർ ഓപ്ഷൻ എ 1 only. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 2. ചൂസ് ദ ഇൻകറക്റ്റ് 1. തന്നിരിക്കുന്നതിൽ ഇൻകറക്റ്റ് 1 ആണ് ചോദിച്ചിരിക്കുന്നത്. ദ മേജർ ഡിഫറൻസ് ബിറ്റ്വീൻ ക്യാപിറ്റലിസം ആൻഡ് കോർപ്പറേഷൻ ആർ. ഫസ്റ്റ് വൺ, ഇൻ ക്യാപിറ്റലിസം ക്യാപിറ്റൽ ഹാവ് എ പിവറ്റൽ റോൾ ടു പ്ലേ വൈൽ ഇൻ കോർപ്പറേഷൻ ക്യാപിറ്റൽ ഹാവ് എ പ്രൈമറി റോൾ ടു പ്ലേ. സെക്കൻഡ് വൺ, ഇൻ ക്യാപിറ്റലിസം there is union of persons or human beings, but in corporation there is unions of capital. Third one, share capital determine the voting right in capitalism, whereas in corporation one man one vote irrespective of their capital contribution. Fourth one, in capitalism there is excels in the materialism, where in corporation it strives for the development of cultural and spiritual values of individuals. First one 1 only, option B 1 and 2 only, option C 4 only, option D none of this. എന്താണ് ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത്? തന്നിരിക്കുന്നതിൽ ഇൻകറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് അല്ലെങ്കിൽ ഇൻകറക്റ്റ് ആയിട്ടുള്ളത് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. മേജർ ഡിഫറൻസ് ബിറ്റ്വീൻ ക്യാപിറ്റലിസം ആൻഡ് കോർപ്പറേഷൻ ആണ്. ക്യാപിറ്റലിസവും കോർപ്പറേഷനും തമ്മിലുള്ള ഡിഫറൻസ് നൽകിയിരിക്കുന്നു. അത് പ്രകാരം ഇൻകറക്റ്റ് 1 ആയിട്ടുള്ളത് ഏത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഫസ്റ്റ് വൺ, ഇൻ ക്യാപിറ്റലിസം ക്യാപിറ്റൽ ഹാവ് എ പിവറ്റൽ റോൾ ടു പ്ലേ while in corporation capital have a primary role to play. എന്താണ് പറഞ്ഞിരിക്കുന്നത്? ഒരു ക്യാപിറ്റലിസ്റ്റ് സിസ്റ്റത്തിൽ അല്ലെങ്കിൽ ഒരു മുതലാളിത്ത വ്യവസ്ഥയിൽ ക്യാപിറ്റലിന് അല്ലെങ്കിൽ മൂലധനത്തിന് പിവറ്റൽ റോൾ, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു റോൾ തന്നെയാണുള്ളത്. ശരിയാണ്. while in corporation capital have a primary role to play. നമുക്കറിയാം, ഒരു കോർപ്പറേഷൻ എടുക്കുമ്പോൾ, ഒരു സഹകരണം വരുമ്പോഴേക്കും എന്താണ്, ക്യാപിറ്റലിന് അവിടെ റോളുണ്ട്, പക്ഷേ സെക്കൻഡറി റോളാണ്, പ്രൈമറി റോളല്ല, സെക്കൻഡറി റോളാണ് വരിക. അപ്പം ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് തെറ്റാണ്. സെക്കൻഡ് വൺ നോക്കുക. ഇൻ ക്യാപിറ്റലിസം ദർ ഈസ് യൂണിയൻ ഓഫ് പേഴ്സൺസ് ഓർ ഹ്യൂമൻ ബീയിങ്സ്, ബട്ട് ഇൻ കോർപ്പറേഷൻ ദർ ഈസ് യൂണിയൻസ് ഓഫ് ക്യാപിറ്റൽ. നമുക്ക് സ്റ്റേറ്റ്മെൻറ്റ് കാണുമ്പോൾ തന്നെ അറിയാം, തിരിഞ്ഞു പോയല്ലേ.
ഒരു ക്യാപിറ്റലിസ്റ്റ് സിസ്റ്റം വരുമ്പോഴേക്കും അവിടെ യൂണിയൻ ഓഫ് ക്യാപിറ്റൽ ആയിരുന്നു വരേണ്ടിയിരുന്നത്. ഇനി കോർപ്പറേഷൻ വരുമ്പോൾ എന്താണ്? യൂണിയൻ ഓഫ് പേഴ്സൺസ് ഓർ ഹ്യൂമൻ ബീയിങ് എന്നായിരുന്നു വരേണ്ടിയിരുന്നത്. അപ്പം രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റും എന്താണ്? തെറ്റായിട്ടാണ് നൽകിയിരിക്കുന്നത്. തേർഡ് വൺ നോക്കാം. ഷെയർ ക്യാപിറ്റൽ ഡിറ്റർമൈൻ ദ വോട്ടിംഗ് റൈറ്റ് ഇൻ ക്യാപിറ്റലിസം വേറസ് ഇൻ കോർപ്പറേഷൻ വൺ വോട്ട് ഇറസ്പെക്റ്റീവ് ഓഫ് ദെയർ ക്യാപിറ്റൽ കോൺട്രിബ്യൂഷൻ. എന്താണ് പറഞ്ഞിരിക്കുന്നത്? ഒരു ക്യാപിറ്റലിസ്റ്റ് സിസ്റ്റത്തിൽ അല്ലെങ്കിൽ ഒരു മുതലാളിത്ത വ്യവസ്ഥ വരുമ്പോഴേക്കും ഷെയർ ക്യാപിറ്റലിനെ ബേസ് ചെയ്തിട്ടായിരിക്കും അവിടെ വോട്ടിംഗ് റൈറ്റ് വരുന്നത്. ഒരു വ്യക്തി ഒരു ഷെയർ കൊണ്ടുവരികയാണെങ്കിൽ അതിനെ ബേസ്, ഒരു ഷെയർ ഉള്ളയാൾക്ക് ഒരു വോട്ട് എന്ന രീതിയിൽ ഷെയറിനെ ബേസ് ചെയ്തിട്ടായിരിക്കും ഒരു മുതലാളിത്ത വ്യവസ്ഥയിൽ വോട്ടിംഗ് റൈറ്റ് തീരുമാനിക്കുന്നത്. എന്നാൽ ഒരു കോർപ്പറേഷൻ എടുക്കുമ്പോഴേക്കും ഡെമോക്രാറ്റിക് പ്രിൻസിപ്പിൾ ആണല്ലേ, വൺ മാൻ വൺ വോട്ട് എന്ന് പറയുന്ന പ്രിൻസിപ്പിളിനെ ബേസ് ചെയ്തിട്ടാണ് മുമ്പോട്ടേക്ക് പോകുന്നത്. അതുകൊണ്ട് മൂന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണ്. ഫോർത്ത് വൺ നോക്കാം. ഇൻ ക്യാപിറ്റലിസം there is excess of materialism, where in cooperation it strives for the development of cultural and spiritual values of individuals. എന്താണ് പറഞ്ഞിരിക്കുന്നത്? ഒരു ക്യാപിറ്റലിസ്റ്റ് സിസ്റ്റം വരുമ്പോൾ, ഒരു മുതലാളിത്ത സിസ്റ്റം വരുമ്പോൾ അവിടെ മെറ്റീരിയലിസത്തിനാണ് ഇമ്പോർട്ടൻസ് വരിക. അതായത് അയാൾക്ക് പ്രയോജനകരമാകുന്ന കാര്യങ്ങൾ എന്തോ അതിനാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. എന്നാൽ ഒരു കോർപ്പറേഷൻ എടുക്കുമ്പോൾ ഇറ്റ് സ്ട്രൈവ്സ് ഫോർ ദ ഡെവലപ്മെന്റ് ഓഫ് കൾച്ചറൽ ആൻഡ് സ്പിരിച്വൽ വാല്യൂസ് ഓഫ് ഇൻഡിവിജ്വൽസ്. ആളുകളുടെ, വ്യക്തികളുടെ കൾച്ചറൽ ആൻഡ് സ്പിരിച്വൽ വാല്യൂസ്, ഹ്യൂമാനിറ്റി, അതിനൊക്കെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട് കോർപ്പറേഷനിൽ. അപ്പോൾ ഇവിടെ ഇൻകറക്റ്റ് ആയിട്ടുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. ഫോർത്ത് സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് ശരിയാണ്. അപ്പോൾ നമ്മൾ ബാലൻസ് നോക്കിയതനുസരിച്ച് തെറ്റായ സ്റ്റേറ്റ്മെന്റ്സ് എന്ന് പറയുന്നത് ഒന്നാമത്തെയും രണ്ടാമത്തെയും സ്റ്റേറ്റ്മെന്റ്സ് ആയിരുന്നു. അപ്പോൾ ആൻസർ വരിക ഓപ്ഷൻ ബി 1 and 2 only is the right answer. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. Question number 3. The following statements resembles the similarities between cooperation and socialism. Find the incorrect one from the following. തന്നിരിക്കുന്നത് കോർപ്പറേഷൻ്റെയും സോഷ്യലിസത്തിൻ്റെയും സിമിലാരിറ്റീസ് ആണ്. അത് ബേസ് ചെയ്ത് നോക്കുമ്പോൾ തെറ്റായ സ്റ്റേറ്റ്മെൻറ്റ് അല്ലെങ്കിൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ് ചോദിച്ചിരിക്കുന്നത്. ഫസ്റ്റ് വൺ നോക്കാം. Both aims at abolition of the class struggle and poverty in the midst of plenty which militate against the norms of a welfare state. നമ്മൾ കുറച്ച് മുമ്പ് കണ്ടതാണ്. എന്താണ്? കോർപ്പറേഷൻ ആവട്ടെ അല്ലെങ്കിൽ സോഷ്യലിസം ആവട്ടെ, അവർ രണ്ടുപേരും ലക്ഷ്യം വെക്കുന്നത് ഒരു സ്റ്റേറ്റിനെ അതിൻ്റെ വെൽഫെയറിലേക്ക് നയിക്കുന്നതിന് വിരുദ്ധം അല്ലെങ്കിൽ തടസ്സം നിൽക്കുന്ന ഘടകങ്ങളായിട്ടുള്ള ക്ലാസ് സ്ട്രഗിളിനെയും പോവർട്ടി ഇൻ ദ മിഡസ്റ്റ് ഓഫ് പ്ലെൻറ്റി എന്നതിനെയെല്ലാം അബോളിഷ് ചെയ്യുക എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഒന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണ്. സെക്കൻഡ് വൺ നോക്കാം. Both maintain economic equality and offer no opportunity for the development of glaring inequalities of income and wealth. ശരിയാണല്ലേ? നോക്കുക. ബോത്ത് മെയിൻറ്റെയിൻ, ഈ പറയുന്ന കോർപ്പറേഷൻ ആവട്ടെ സോഷ്യലിസ്റ്റ് സിസ്റ്റം ആവട്ടെ, രണ്ട് സ്ഥലങ്ങളിലും രണ്ട് കാര്യങ്ങളിലും എന്താണ്? എക്കണോമിക് ഇക്വാലിറ്റി മെയിൻറ്റെയിൻ ചെയ്യുക എന്നതാണ് അവർ ലക്ഷ്യം വെക്കുന്നത്. അതുപോലെ തന്നെ എന്താണ്? ഇൻകം പരമായിട്ട് അല്ലെങ്കിൽ വെൽത്ത് പരമായിട്ട് ഇന്നിക്വാളിറ്റീസ് വളർത്തുന്നതിനെ അവർ തടയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണ്. തേർഡ് വൺ നോക്കാം. Both forms of actions are directed towards the elimination of competitive forces and their substitution by the principle of cooperation. എന്താ പറയുന്നത്? കോർപ്പറേഷൻ ആവട്ടെ സോഷ്യലിസം ആവട്ടെ, രണ്ട് സിസ്റ്റത്തിലും അവർ ഡിറക്റ്റ് ചെയ്യുന്നത് എലിമിനേഷൻ ഓഫ് കോമ്പറ്റേറ്റീവ് ഫോഴ്സസ് ആണ്. കോമ്പറ്റീഷൻ, ഈ പറയുന്ന കോമ്പറ്റീഷനെ കുറയ്ക്കുകയും അതിന് പകരമായിട്ട് പ്രിൻസിപ്പിൾസ് ഓഫ് കോർപ്പറേഷനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയും ചെയ്യുക എന്നതാണ് അവർ ലക്ഷ്യം വെക്കുന്നത്. അപ്പോൾ മൂന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റും ശരിയാണ്. ഫോർത്ത് വൺ നോക്കാം. ബോത്ത് ഓപ്പോസ് ഇൻഡിവിജ്വലിസം ആൻഡ് സീക്ക് ടു റീപ്ലേസ് ഇറ്റ് ബൈ കളക്റ്റീവ് ഓണർഷിപ്പ് ആൻഡ് കളക്റ്റീവ് ആക്ഷൻസ്. എന്താണ് പറയുന്നത്? ഈ പറയുന്ന കോർപ്പറേഷനും സോഷ്യലിസ്റ്റ് സിസ്റ്റവും ഇൻഡിവിജ്വലിസത്തിന് എതിരായിട്ട് ഓപ്പോസ് ചെയ്തിട്ടാണ് നിൽക്കുന്നത്. ദെൻ ആൻഡ് സീക്ക് ടു റീപ്ലേസ് ഇറ്റ് ബൈ കളക്റ്റീവ് ഓണർഷിപ്പ്, ഒരു വ്യക്തി എന്ന നിലയിലുള്ളതിനേക്കാൾ ഒരു സമൂഹം എന്ന രീതിയിലേക്കാണ് അവരവിടെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ നാലാമത്തെ സ്റ്റേറ്റ്മെൻറ്റും ശരിയാണ്. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ഇൻകറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ്. 4 സ്റ്റേറ്റ്മെൻറ്റ്സും ശരിയായിരുന്നു. അതുകൊണ്ട് തന്നെ ആൻസർ വരിക ഓപ്ഷൻ ഡി, നൺ ഓഫ് ദീസ് ആണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 4. മാച്ച് ദ ഫോളോവിങ്. തന്നിരിക്കുന്നതിനെ മാച്ച് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ഫസ്റ്റ് വൺ, എക്കണോമിക് ബെനിഫിറ്റ്സ് ടു പ്രിവെന്റ് എക്സ്പ്ലോയിറ്റേഷൻ ഓഫ് മെൻ ബൈ മെൻ. Second one, social benefits, the individuals learn by experience gained in practical work of cooperation. Third one, educational benefits, more equitable distribution of wealth. Option A, 1C, 2A, 3B. Option B, 1A, 2B, 3C. Option C, 1C, 2B, 3A. Option D, 1B, 2A, 3C. അപ്പം നോക്കാം. എക്കണോമിക് ബെനിഫിറ്റ്സ് അല്ലെങ്കിൽ പണപരമായ ബെനിഫിറ്റ്സിൻ്റെ കാര്യമാണ് പറയുന്നത്.
ഫസ്റ്റ് വൺ മോർ ഇക്വിറ്റബിൾ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് വെൽത്തുമായി റിലേറ്റ് ചെയ്ത് നിൽക്കുന്നു. ഫസ്റ്റ് വൺ ഈസ് റിലേറ്റഡ് ടു ദ തേർഡ് വൺ, മോർ ഇക്വിറ്റബിൾ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് വെൽത്ത്. സെക്കൻഡ് വൺ സോഷ്യൽ ബെനിഫിറ്റ്സ്, അത് വരുന്നത് എന്താണ്? ടു പ്രിവെന്റ് എക്സ്പ്ലോയിറ്റേഷൻ ഓഫ് മെൻ ബൈ മെൻ, എന്താണ്? ആളുകളാൽ തന്നെ ചൂഷണം ചെയ്യപ്പെടുന്ന അവസരങ്ങൾ അല്ലെങ്കിൽ അവസ്ഥ തടയപ്പെടുന്നുണ്ട്. ദെൻ എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ വിദ്യാഭ്യാസപരമായ ബെനിഫിറ്റ്സ്, ദ ഇൻഡിവിജ്വൽസ് ലേൺ ബൈ എക്സ്പീരിയൻസ് ഗെയിൻഡ് ഇൻ പ്രാക്ടിക്കൽ വർക്ക് ഓഫ് കോർപ്പറേഷൻ, കോർപ്പറേഷനിലെ പ്രാക്ടിക്കൽ വർക്ക് വഴി എന്ത് ചെയ്യുന്നു? ഇൻഡിവിജ്വൽസ് എക്സ്പീരിയൻസ് ഗെയിൻ ചെയ്യുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ തേർഡ് വൺ എഡ്യൂക്കേഷണൽ ബെനിഫിറ്റ് എന്ന് പറയുന്നത് സെക്കൻഡ് വണ്ണുമായിട്ട് റിലേറ്റ് ചെയ്ത് നിൽക്കുന്നു. അപ്പോൾ ഇത് പ്രകാരം നമ്മുടെ ആൻസർ വരിക 1C 2A 3B ആണ്. അപ്പോൾ ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. ഇതുമായിട്ട് റിലേറ്റ് ചെയ്ത് കുറച്ച് പോയിന്റ്സ് നോക്കാം. ബെനിഫിറ്റ്സ് ഓഫ് കോർപ്പറേഷൻ. ദ ബെനിഫിറ്റ്സ് ഓഫ് കോർപ്പറേഷൻ ആർ സ്റ്റഡീഡ് അണ്ടർ 3 ബ്രോഡ് കാറ്റഗറീസ്. ഏതൊക്കെയാണ്? 3 കാറ്റഗറീസ് ആയിട്ടാണ് ബെനിഫിറ്റ്സ്, കോർപ്പറേഷൻ്റെ ബെനിഫിറ്റ്സിനെ തിരിച്ചിരിക്കുന്നത്. എക്കണോമിക് ബെനിഫിറ്റ്സ് ഉണ്ട്, സോഷ്യൽ ബെനിഫിറ്റ്സ് ഉണ്ട്, എഡ്യൂക്കേഷണൽ ബെനിഫിറ്റ്സ് ഉണ്ട്. ഫസ്റ്റ് വൺ പറയുന്നത് എക്കണോമിക് ബെനിഫിറ്റ്സ് അല്ലെങ്കിൽ പണപരമായ ബെനിഫിറ്റ്സ്. നമുക്കറിയാം ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റീനെ വെച്ച് നോക്കുമ്പോഴേക്കും മണി അല്ലെങ്കിൽ പണം എന്നതിന് സെക്കൻഡറി ആയിട്ടൊരു റോള് മാത്രമേ ഉള്ളൂ. എന്നാൽ അവരുടെ പ്രൈമറി റോൾ എന്ന് പറയുന്നത് സർവീസാണ്, അത് നമ്മൾ പഠിക്കുന്ന കാര്യമാണ്. എന്നാൽ അവിടെ വരുന്ന അവരുടെ മെമ്പേഴ്സിനെ എക്കണോമിക്കലി ഒന്ന് ഡെവലപ്പ് ആക്കുക എന്നതും അവരുടെ മെയിൻ ആയിട്ടുള്ള ഉദ്ദേശങ്ങളിൽ പെടുന്ന കാര്യം തന്നെയാണ്. അപ്രകാരം എക്കണോമിക് ബെനിഫിറ്റ്സിൽ പെടുന്ന കാര്യങ്ങളാണ് പറയുന്നത്. നമ്മൾ ഓൾറെഡി കണ്ടു, എ മോർ ഇക്വിറ്റബിൾ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് വെൽത്ത്, വെൽത്തിനെ കുറച്ചുകൂടി ഇക്വിറ്റബിൾ ആയിട്ടുള്ള രീതിയിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യപ്പെടുന്നുണ്ട്. ദ ബ്രേക്കപ്പ് ഓഫ് മോണോപോളിസ്റ്റിക് ടെൻഡൻസീസ്, മോണോപോളി അല്ലെങ്കിൽ കുത്തക, അതിനെ എന്താണ് ഒന്ന് ബ്രേക്കപ്പ് ചെയ്യുവാൻ വേണ്ട കാര്യങ്ങൾ ഈ പറയുന്ന എക്കണോമിക് ബെനിഫിറ്റ്സിൽ വരുന്നതാണ്. ദെൻ റിഡക്ഷൻ ഇൻ കോസ്റ്റ് ഓഫ് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം ബൈ എലിമിനേഷൻ ഓഫ് അൺനെസസറി മിഡിൽമാൻ, എലിമിനേഷൻ ഓഫ് ഫ്രോഡുലന്റ് പ്രാക്ടീസസ്, eradication of such practices as misleading advertisement and high pressure salesmanship, removal of useless duplication of services. എന്താണ്? കോസ്റ്റ് ഓഫ് ഡിസ്ട്രിബ്യൂഷൻ കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ട് മിഡിൽമാൻ അല്ലെങ്കിൽ ഇടനിലക്കാരുടെ ആവശ്യമില്ലാത്ത കടന്നുകയറ്റം അല്ലെങ്കിൽ അവരെ ഒന്ന് ഒഴിവാക്കിക്കൊണ്ട് ഈ പറയുന്ന കോസ്റ്റ് ഓഫ് ഡിസ്ട്രിബ്യൂഷൻ കുറയ്ക്കുക എന്നതും ഈ പറയുന്ന എക്കണോമിക് ബെനിഫിറ്റിൽ പെടുന്ന കാര്യമാണ്. അടുത്തത് നോക്കാം. The rejection of accounting inaccuracies by encouraging frankness in business. എന്താണ്? ബിസിനസ്സിൽ കുറച്ചുകൂടി ഫ്രാങ്ക്നെസ് അല്ലെങ്കിൽ സുതാര്യത കൊണ്ടുവന്നുകൊണ്ട് തന്നെ അക്കൗണ്ടിങ്ങിൻ്റെ ഇൻഅക്യുറസീസ് റിജക്റ്റ് ചെയ്യുക എന്നതും ഈ പറയുന്ന എക്കണോമിക് ബെനിഫിറ്റിൽ വരുന്ന കാര്യമാണ്. അതുപോലെ ഇപ്രകാരം നമ്മൾ ക്യാഷ് ഉണ്ടാക്കി ആ കിട്ടുന്ന പണം എന്ത് ചെയ്യണം, എങ്ങനെ കൃത്യമായിട്ട് ആളുകൾക്ക് സ്പെൻഡ് ചെയ്യാം എന്ന് ട്രെയിനിങ് കൊടുക്കുക എന്ന് പറയുന്നതും എക്കണോമിക് ബെനിഫിറ്റിൽ വരുന്ന കാര്യമാണ്. അതുപോലെ രണ്ടാമത്തെ ബെനിഫിറ്റ്സ് ആണ് സോഷ്യൽ ബെനിഫിറ്റ് എന്ന് പറയുന്നത്. ടു പ്രൊവൈഡ് യുണീക്ക് എഡ്യൂക്കേഷൻ ആൻഡ് ഡെമോക്രസി, റെസ്പോൺസിബിലിറ്റി ആൻഡ് ടോളറേഷൻ. ഡെമോക്രസി, റെസ്പോൺസിബിലിറ്റി, ടോളറേഷൻ എന്നതിനെയൊക്കെ റിലേറ്റ് ചെയ്തുകൊണ്ട് യുണീക്ക് ആയിട്ടുള്ള എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്യുന്നത് സോഷ്യൽ ബെനിഫിറ്റിൽ പെടുന്ന കാര്യമാണ്. സെക്കൻഡ് വൺ ടു ട്രെയിൻ ഫോർ പൊളിറ്റിക്കൽ പവർ റിലേറ്റഡ് ആയിട്ട് ട്രെയിനിങ്സ് പ്രൊവൈഡ് ചെയ്യുക. To encourage a general advance rather than the advance of particular individuals. നമ്മൾ ഓൾറെഡി കഴിഞ്ഞ ക്വസ്റ്റിനിൽ കണ്ടു, ഒരു ഇൻഡിവിജ്വൽ അല്ലെങ്കിൽ ഒരു വ്യക്തിക്ക് കൊടുക്കുന്ന പ്രാധാന്യത്തെക്കാൾ ഉപരി ഒരു സൊസൈറ്റിക്ക്, ഒരു സമൂഹത്തിന് വരുന്ന നന്മ ചെയ്യുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ അവർക്ക് കിട്ടുന്ന അഡ്വാൻറ്റേജ്, അതാണ് ഇവർ ഇമ്പോർട്ടൻസ് കൊടുക്കുക ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റീനെ സംബന്ധിച്ചിടത്തോളം. അതുകൊണ്ട് തന്നെ എന്താണ് ജനറൽ അഡ്വാൻസ് റാദർ ദാൻ അഡ്വാൻസ് ഓഫ് പർട്ടിക്കുലർ ഇൻഡിവിജ്വൽസ് എന്നതും ഈ പറയുന്ന സോഷ്യൽ ബെനിഫിറ്റിൽ പെടുന്ന കാര്യമാണ്. നെക്സ്റ്റ് വൺ ടു പ്രിവെന്റ് അൺഎംപ്ലോയ്മെന്റ് പ്രിവെന്റ് ചെയ്യുക. ടു അച്ചീവ് ബെറ്റർ ഫിസിക്കൽ ആൻഡ് മെന്റൽ ഹെൽത്ത്, കുറച്ചുകൂടി നല്ല ഫിസിക്കൽ ആൻഡ് മെന്റൽ ഹെൽത്ത് പ്രൊവൈഡ് ചെയ്യുക. ടു പ്രിവെന്റ് എക്സ്പ്ലോയിറ്റേഷൻ ഓഫ് മെൻ ബൈ മെൻ, എന്താണ് ആളുകളാൽ തന്നെ ചൂഷണം ചെയ്യപ്പെടേണ്ടി വരുന്ന അവസ്ഥകൾ തടയുക. ഇതൊക്കെയാണ് ഈ പറയുന്ന സോഷ്യൽ ബെനിഫിറ്റ്സിൽ പെടുന്നത്. തേർഡ് വൺ നമ്മൾ നോക്കി എഡ്യൂക്കേഷണൽ ബെനിഫിറ്റ്സിലെ ഫസ്റ്റ് പോയിന്റ് നോക്കാം. The individuals learn by experience gained in practical work of cooperation. നമ്മൾ കഴിഞ്ഞ ക്വസ്റ്റിനിൽ കണ്ടതാണ്. എന്താണ്? ആളുകൾ പ്രാക്ടിക്കൽ വർക്ക്, കോർപ്പറേഷൻ മുഖാന്തരമുള്ള പ്രാക്ടിക്കൽ വർക്ക് ചെയ്തുകൊണ്ട് എക്സ്പീരിയൻസ് നേടിയെടുക്കുന്നു, ഗെയിൻ ചെയ്യുന്നു. കോർപ്പറേഷൻ ആൻഡ് എഡ്യൂക്കേഷൻ ഗോ ഹാൻഡ് ഇൻ ഹാൻഡ്. ഫോർ സം ടൈംസ് എഡ്യൂക്കേഷൻ പ്രൊഡ്യൂസസ് ദ കോപ്പറേറ്റീവ്സ് വൈൽ സം ടൈംസ് കോപ്പറേറ്റീവ് സ്പോൺസർ എഡ്യൂക്കേഷൻ. എന്താണ്? ഈ പറയുന്ന എഡ്യൂക്കേഷനും കോപ്പറേഷനും ഒന്നിച്ചു പോകേണ്ട ഘടകങ്ങൾ തന്നെയാണ്. ചില സമയങ്ങളിൽ എഡ്യൂക്കേഷൻ പ്രൊഡ്യൂസേഴ്സ് കോപ്പറേറ്റീവ്സ്, അതുപോലെ തന്നെ ചില സമയങ്ങളിൽ കോപ്പറേറ്റീവ് സ്പോൺസർ എഡ്യൂക്കേഷൻ എന്ന് നമുക്ക് പറയാൻ സാധിക്കും. ദെൻ ത്രൂ ബെറ്റർ എഡ്യൂക്കേഷൻ
the social and economic conditions of members are improved. മൂന്ന് കാര്യങ്ങൾ നമ്മൾ പഠിച്ചു. അതിനകത്ത് ഈ പറയുന്ന എക്കണോമിക് കണ്ടീഷൻസും സോഷ്യൽ കണ്ടീഷൻസും ഒക്കെ ഇംപ്രൂവ് ചെയ്യപ്പെടണമെന്നുണ്ടെങ്കിൽ ഒരു വ്യക്തിക്ക് കൃത്യമായ എഡ്യൂക്കേഷൻ ലഭിച്ചിട്ടുണ്ടാവണം. അപ്പോൾ ലാസ്റ്റത്തെ പോയിന്റ് പറയുന്നത് ത്രൂ ബെറ്റർ എഡ്യൂക്കേഷൻ ദ സോഷ്യൽ ആൻഡ് എക്കണോമിക് കണ്ടീഷൻസ് ഓഫ് മെമ്പേഴ്സ് ആർ ഇംപ്രൂവ്ഡ് എന്നതാണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. Question number 5. The following are the points that resembles cooperation as an equalizer or midway between capitalism and socialism. Find the wrong statement or statements. ഈ പറഞ്ഞിരിക്കുന്നതിൽ ഈ രണ്ട് സ്റ്റേറ്റ്മെൻറ്റ്സ് നമുക്ക് നൽകിയിട്ടുണ്ട്. ആ സ്റ്റേറ്റ്മെൻറ്റ്സ് പറയുന്നത് കോപ്പറേഷൻ എന്ന് പറയുന്നത് ക്യാപിറ്റലിസത്തിൻ്റെയും അതുപോലെ തന്നെ എന്താണ് സോഷ്യലിസത്തിൻ്റെയും ഇടയിൽ നിൽക്കുന്ന അല്ലെങ്കിൽ ഒരു മിഡ് വേ ബിറ്റ്വീൻ അല്ലെങ്കിൽ ഇക്വലൈസർ ബിറ്റ്വീൻ സോഷ്യലിസം ആൻഡ് ക്യാപിറ്റലിസം ആണെന്നാണ് പറയുന്നത്. അത് റിലേറ്റഡ് ആയിട്ട് നോക്കുമ്പോൾ തന്നിരിക്കുന്നതിൽ ഏത് സ്റ്റേറ്റ്മെൻറ്റ് അല്ലെങ്കിൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ് തെറ്റായിട്ടുള്ളതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഫസ്റ്റ് വൺ, സ്റ്റേറ്റ്മെൻറ്റ് 1, ദ കോർപ്പറേഷൻ റെക്കഗ്നൈസ് ദ പ്രൈവറ്റ് ഓണർഷിപ്പ് ഓഫ് ക്യാപിറ്റൽ ലൈക്ക് ഇൻ ക്യാപിറ്റലിസം and renders services to the society as a whole like socialism. എന്താണ് പറയുന്നത്? കോർപ്പറേഷൻ എന്ന് പറയുന്നത് ഒരു ക്യാപിറ്റലിസ്റ്റ് സിസ്റ്റത്തിൽ എന്നതുപോലെ തന്നെ പ്രൈവറ്റ് ഓണർഷിപ്പിനെ കുറച്ചുകൂടി ഫോക്കസ് ചെയ്യുന്നുണ്ട്. ഫോക്കസ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രൈമറി ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് ക്യാപിറ്റൽ ബേസ്ഡ് അല്ല. എന്നിരുന്നാൽ പോലും നമ്മൾ ഓൾറെഡി പറഞ്ഞു മെമ്പേഴ്സിന് സർവീസസ് പ്രൊവൈഡ് ചെയ്യുന്നതിനൊപ്പം തന്നെ എന്താണ് അവരുടെ ക്യാപിറ്റൽ, ഇവിടെ പറയുന്നത് പ്രൈവറ്റ് ഓണർഷിപ്പ് ഓഫ് ക്യാപിറ്റൽ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അവരുടെ ക്യാപിറ്റലിൻ്റെ പ്രൈവറ്റ് ഓണർഷിപ്പിനെ റെക്കഗ്നൈസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ദ റെൻഡേഴ്സ് സർവീസസ് ടു ദ സൊസൈറ്റി ആസ് എ വോൾ ലൈക്ക് ഇൻ സോഷ്യലിസം. ഒരു സോഷ്യലിസ്റ്റ് സിസ്റ്റത്തിൽ എന്നതുപോലെ തന്നെ സമൂഹത്തിനായിട്ട് എന്താണ് സർവീസസ് റെൻഡർ ചെയ്യുക എന്നതും ഇവരുടെ റോളാണ്. ഈ പറയുന്ന കോർപ്പറേഷൻ്റെ റോളാണ്. ഇത് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ്. സ്റ്റേറ്റ്മെൻറ്റ് 2 നോക്കാം. കോർപ്പറേഷൻ ഡിസൈഡ്സ് ടു റൺ ദ ബിസിനസ് ഓൺ പ്രോഫിറ്റ് ലൈക്ക് ക്യാപിറ്റലിസം ആൻഡ് ദ പ്രോഫിറ്റ് ഓഫ് ദ ബിസിനസ് ബിലോങ്സ് ടു ദ സൊസൈറ്റി ആസ് എ ലാർജ് അസ് ഇൻ ദ കേസ് ഓഫ് സോഷ്യലിസം. എന്താണ് പറഞ്ഞിരിക്കുന്നത്? കോർപ്പറേഷൻ ഡിസൈഡ്സ് ടു റൺ ദ ബിസിനസ് ഓൺ പ്രോഫിറ്റ് ലൈക്ക് ക്യാപിറ്റലിസം. ഒരു ക്യാപിറ്റലിസ്റ്റ് സിസ്റ്റത്തിൽ എന്നതുപോലെ തന്നെ കോർപ്പറേഷൻ എന്താണ് ബിസിനസ് റൺ ചെയ്യുന്നത് പ്രോഫിറ്റ് ഏൺ ചെയ്യുക എന്നൊരു ലക്ഷ്യം കൂടിയുണ്ട്. എന്തുകൊണ്ടാണ്? ഈ പറയുന്ന സർവീസസ് റെൻഡർ ചെയ്യണം എന്നുണ്ടെങ്കിൽ എന്താണ് അവർക്ക് പ്രോഫിറ്റ് ഉണ്ടാവണം അല്ലേ? ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റി മുമ്പോട്ടേക്ക് പോകുമ്പോൾ പ്രോഫിറ്റബിൾ ആയി തന്നെ മുമ്പോട്ട് പോകണം. കിട്ടുന്ന പ്രോഫിറ്റ് എന്തിനു വേണ്ടിയായിരിക്കും യൂസ് ചെയ്യുന്നത്? സമൂഹത്തിൻ്റെ അല്ലെങ്കിൽ അവരുടെ മെമ്പേഴ്സിൻ്റെയൊക്കെ വെൽഫെയറിന് വേണ്ടിയിട്ടായിരിക്കും യൂസ് ചെയ്യുക. അതുപോലെ തന്നെ ആ ഒരു പെർസ്പെക്റ്റീവിൽ എന്തെന്ന് പറയാം, ക്യാപിറ്റലിസവുമായിട്ട് ഈ പറയുന്ന കോർപ്പറേഷന് ബന്ധമുണ്ട്. ഇനി ആൻഡ് ദ പ്രോഫിറ്റ് ഓഫ് ദ ബിസിനസ് ബിലോങ്സ് ടു ദ സൊസൈറ്റി, ഇപ്രകാരം ക്രിയേറ്റ് ചെയ്യപ്പെടുന്ന പ്രോഫിറ്റ് എന്ന് പറയുന്നത് as large as in the case of socialism belongs to the society as a large as in the case of socialism. ഭൂരിഭാഗവും കിട്ടുന്നത് ആർക്കായിരിക്കും? ഈ പറയുന്ന പ്രോഫിറ്റിൻ്റെ ഭൂരിഭാഗം ബെനിഫിറ്റ്സും കിട്ടുന്നത് സോഷ്യലിസത്തിൽ എന്നതുപോലെ തന്നെ സൊസൈറ്റിക്കായിരിക്കും എന്നാണ് പറയുന്നത്. അപ്പോൾ രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റും ഒന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റും കറക്റ്റാണ്. ഇനി നമുക്ക് ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ എ സ്റ്റേറ്റ്മെൻറ്റ് 1 ഓൺലി ട്രൂ, ഓപ്ഷൻ ബി സ്റ്റേറ്റ്മെൻറ്റ് 2 ഓൺലി ട്രൂ, ഓപ്ഷൻ സി ബോത്ത് സ്റ്റേറ്റ്മെൻറ്റ്സ് ആർ കറക്റ്റ്, ഓപ്ഷൻ ഡി ബോത്ത് സ്റ്റേറ്റ്മെൻറ്റ്സ് ആർ റോങ്. നമ്മൾ നോക്കി രണ്ട് സ്റ്റേറ്റ്മെൻറ്റും ശരിയായിരുന്നു. അതുകൊണ്ട് ആൻസർ വരുന്നത് ഓപ്ഷൻ സി ബോത്ത് സ്റ്റേറ്റ്മെൻറ്റ്സ് ആർ കറക്റ്റ് എന്നതാണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 6. ചൂസ് ദ കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ഓർ സ്റ്റേറ്റ്മെൻറ്റ്സ് ഫ്രം ദ ഫോളോവിങ്. തന്നിരിക്കുന്നതിൽ നിന്നും ശരിയായ സ്റ്റേറ്റ്മെൻറ്റ് അല്ലെങ്കിൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ് ചോദിച്ചിരിക്കുന്നത്. ഫസ്റ്റ് വൺ, the first and foremost objective of a cooperative society to remove the middleman in different fields who take away the gains that should have gone to the real beneficiaries. ശരിയായ ബെനിഫിഷ്യറീസിന് കിട്ടേണ്ട ഗെയിൻസ് എല്ലാം ടേക്ക് അവേ ചെയ്യുന്ന മിഡിൽമെൻ അല്ലെങ്കിൽ ഇടനിലക്കാരെ അവോയ്ഡ് ചെയ്യുക എന്നുള്ളത് കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് ഒബ്ജക്റ്റീവ് ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ശരിയായ സ്റ്റേറ്റ്മെൻ്റ് ആണ്. ഒന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണ്. സെക്കൻഡ് വൺ നോക്കാം. കോപ്പറേറ്റീവ് മൂവ്മെൻറ്റ് വിഷസ് ടു ഡിറക്റ്റ് ഹ്യൂമൻ ലൈഫ് ടുവേർഡ്സ് ഗുഡ്നസ് ബൈ റൈസിങ് ദെയർ മോറൽ സ്റ്റാൻഡേർഡ്സ്. എന്താണ്? ഹ്യൂമൻ ലൈഫിൻ്റെ മോറൽ സ്റ്റാൻഡേർഡ് ഒന്നുകൂടി ഇംപ്രൂവ് ചെയ്തുകൊണ്ട് റൈസ് ചെയ്തുകൊണ്ട് ഗുഡ്നസ്സിലേക്ക് നയിക്കുക, ഹ്യൂമൻ ലൈഫിനെ ഗുഡ്നസ്സിലേക്ക് നയിക്കുക എന്ന് പറയുന്നത് കോപ്പറേറ്റീവ് മൂവ്മെൻറ്റിൻ്റെ വിഷാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ശരിയായ സ്റ്റേറ്റ്മെൻ്റ് ആണ്. രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റും ശരിയാണ്. തേർഡ് വൺ നോക്കുക. ദ ഫീലിംഗ് ഓഫ് ഹൈ ഓർ ലോ എമംഗ് മെമ്പേഴ്സ് ഓഫ് ദ കമ്മ്യൂണിറ്റി act as a cause of social tensions, the removal of which is the goal of the cooperative movement. എന്താണ് പറഞ്ഞിരിക്കുന്നത്? ഒരു സമൂഹത്തിൽ നോക്കുമ്പോൾ ഹൈ ക്ലാസ്സിൽ നിൽക്കുന്ന ആളുകൾ, മിഡിൽ ക്ലാസ്സിൽ നിൽക്കുന്ന ആളുകൾ, ലോ ക്ലാസ്സിൽ നിൽക്കുന്ന ആളുകൾ എന്നിങ്ങനെ ഒരു ഡിസ്ക്രിമിനേഷൻസ് വരുമ്പോൾ എന്ത് ക്രിയേറ്റ് ചെയ്യപ്പെടുന്നു? സോഷ്യൽ ടെൻഷൻസ് ക്രിയേറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. ഈ പറഞ്ഞിരിക്കുന്നവയെ ഇല്ലായ്മ ചെയ്യുക എന്ന് പറയുന്നത് ഒരു കോപ്പറേറ്റീവ് മൂവ്മെൻറ്റിൻ്റെ ലക്ഷ്യമാണ് അല്ലെങ്കിൽ ഗോളാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. മൂന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റും ശരിയാണ്. ഫോർത്ത് വൺ നോക്കാം. Fourth statement, a cooperative aims at providing corporate life to the
വീക്കർ ആൻഡ് ഹയർ സെക്ഷൻസ് ഓഫ് ദ കമ്മ്യൂണിറ്റി. സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണല്ലേ. ഒരു കോപ്പറേറ്റീവ് എയിം ചെയ്യുന്നത് കോർപ്പറേറ്റ് ലൈഫ് കൊടുക്കുക എന്നുള്ളതാണ്. വീക്കർ ആൻഡ് ഹയർ സെക്ഷൻസിനല്ല, വീക്കർ സെക്ഷൻസിനാണ്. ഹയർ സെക്ഷൻസിന് പ്രൊവൈഡ് ചെയ്യുന്നില്ല, വീക്കർ സെക്ഷൻസിനാണ് കോർപ്പറേറ്റ് ലൈഫ് കൊടുക്കുക എന്ന് ലക്ഷ്യം വെക്കുന്നത്. അപ്പം നാലാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് എന്താണ്? തെറ്റാണ്. ഫിഫ്ത്ത് വൺ, ഓൾ ഓഫ് ദീസ്. ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ എ 1, 2 and 3 only. ഓപ്ഷൻ ബി 5 only. ഓപ്ഷൻ സി 2 only. ഓപ്ഷൻ ഡി 3 only. നമ്മളോട് ഇവിടെ ചോദിച്ചിരിക്കുന്നത് കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ്. അപ്പോൾ ആൻസർ വരുന്നത് ഓപ്ഷൻ എ 1, 2 and 3 only. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 7. ഫൈൻഡ് ദ കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ഓർ സ്റ്റേറ്റ്മെൻറ്റ്സ് ഫ്രം ദ ഫോളോവിങ് റിഗാർഡിംഗ് CCW. കോപ്പറേറ്റീവ് കോമൺവെൽത്തുമായി റിലേറ്റ് ചെയ്ത് നോക്കുമ്പോൾ തന്നിരിക്കുന്നതിൽ ശരിയായ സ്റ്റേറ്റ്മെൻറ്റ് അല്ലെങ്കിൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ് ചോദിച്ചിരിക്കുന്നത്. ഫസ്റ്റ് വൺ, ദ ഐഡിയ ഓഫ് കോപ്പറേറ്റീവ് കോമൺവെൽത്ത് വാസ് ഫസ്റ്റ് ഗിവൺ ബൈ DR ഗാഡ്ഗിൽ. ഒന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണ്. നമ്മൾ ആദ്യം തൊട്ടേ പഠിക്കുന്നതാണ്. കോപ്പറേറ്റീവ് കോമൺവെൽത്ത് എന്ന് പറയുന്ന ഐഡിയ ആദ്യമായി നൽകിയ വ്യക്തിയാണ് DR ഗാഡ്ഗിൽ അല്ലെങ്കിൽ ധനഞ്ജയ് രാമചന്ദ്ര ഗാഡ്ഗിൽ. സോ ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണ്. സെക്കൻഡ് വൺ, ദ കാർഡിനൽ പ്രിൻസിപ്പിൾ ഓഫ് CCW ഈസ് ഈച്ച് ഇൻഡിവിജ്വൽ മസ്റ്റ് ഹാവ് സം പ്ലേസ് ഇൻ ദ സൊസൈറ്റി വിച്ച് ബോത്ത് ക്യാപിറ്റലിസം ആൻഡ് കമ്മ്യൂണിസം ഡു നോട്ട് ഗീവ് ഹിം. എന്താണ്? ഒരു ക്യാപിറ്റലിസം അല്ലെങ്കിൽ കമ്മ്യൂണിസം നൽകാൻ വിസമ്മതിക്കുന്ന ഒരു ഇൻഡിവിജ്വലിന് സമൂഹത്തിലൊരു സ്ഥാനം എന്ന ഒരു ആശയം കോപ്പറേറ്റീവ് കോമൺവെൽത്തിൻ്റെ കാർഡിനൽ പ്രിൻസിപ്പിളിൽ പെടുന്നതാണ്. അതായത് ഒരു വ്യക്തിക്ക് സമൂഹത്തിലൊരു സ്ഥാനം നൽകുക, ഇൻഡിവിജ്വലായി തന്നെ അദ്ദേഹത്തിന് ഒരു സ്ഥാനം നൽകുക എന്നത് CCWൻ്റെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രിൻസിപ്പിൾ ആണെന്നാണ് പറയുന്നത്. രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റും ശരിയാണ്. തേർഡ് വൺ നോക്കാം. എ കോൺസെപ്റ്റ് ഓഫ് സൊസൈറ്റി which gives equal rights and opportunities of all individuals without any malpractices and discrimination. യാതൊരുവിധ മാൽപ്രാക്ടീസസോ ഡിസ്ക്രിമിനേഷൻസോ ഒന്നും കൂടാതെ തന്നെ എന്താണ്, എല്ലാ ഇൻഡിവിജ്വൽസിനും ഈക്വൽ റൈറ്റ്സും അതുപോലെ തന്നെ ഈക്വൽ ഓപ്പർച്യൂണിറ്റീസും പ്രൊവൈഡ് ചെയ്യുക എന്ന് പറയുന്നതും CCWയുമായി റിലേറ്റ് ചെയ്ത് നിൽക്കുന്നതാണ്. സോ തേർഡ് വൺ ശരിയാണ്. ഫോർത്ത് സ്റ്റേറ്റ്മെൻറ്റ് ഓൾ ഓഫ് ദീസ് ആണ്. ഓപ്ഷൻസ് നോക്കാം. 1 only, ഓപ്ഷൻ ബി 2 only, ഓപ്ഷൻ സി 1 and 3 only, ഓപ്ഷൻ ഡി 4 only. നമ്മളോട് കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ് ചോദിച്ചിരിക്കുന്നത്. 1, 2, 3 ശരിയായ സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ്. സോ ഫോർത്ത് വൺ പറഞ്ഞിരിക്കുന്നത് ഓൾ ഓഫ് ദീസ് ആണ്. അപ്പോൾ ആൻസർ വരിക ഓപ്ഷൻ ഡി 4 only ആണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 8. ഡാഷ് ഈസ് ആൻ എക്കണോമിക് റെമഡി ഫോർ എക്കണോമിക്കൽ അഡ്ജസ്റ്റ്മെൻറ്റ്. ഓപ്ഷൻ എ സോഷ്യലിസം, ഓപ്ഷൻ ബി ക്യാപിറ്റലിസം, ഓപ്ഷൻ സി മിക്സ്ഡ് എക്കോണമി, ഓപ്ഷൻ ഡി കോപ്പറേഷൻ. എന്താണ് പറഞ്ഞിരിക്കുന്നത്? താഴെ തന്നിരിക്കുന്നതിൽ എക്കണോമിക് റെമഡി ഫോർ എക്കണോമിക്കൽ അഡ്ജസ്റ്റ്മെൻറ്റ് ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി കോഓപ്പറേഷൻ ആണ്. ഇതുമായിട്ട് റിലേറ്റ് ചെയ്ത് കുറച്ച് പോയിന്റ്സ് നമുക്ക് നോക്കാം. ഒറിജിൻ ആൻഡ് ഡെവലപ്മെൻറ്റ് ഓഫ് കോപ്പറേഷൻ ആണ് പറയുന്നത്. കോപ്പറേഷൻ എന്ന് പറയുന്നത് നമുക്കറിയാം ലാറ്റിൻ വേർഡായിട്ടുള്ള കോ ഓപ്പറാറി എന്ന വേർഡിൽ നിന്നുമാണ് വന്നിട്ടുള്ളത്. അതിൽ കോ മീൻസ് വിത്ത് എന്നും ഓപ്പറാറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടു വർക്ക് എന്നുമാണ് മീൻ ചെയ്യുന്നത്. ഇതൊക്കെ ഏറ്റവും ബേസ് ആയിട്ടുള്ള കാര്യമാണ്, കൃത്യമായി തന്നെ നോക്കി പോവുക. കോപ്പറേഷൻ മീൻസ് വർക്കിംഗ് ടുഗെദർ വിത്ത് അതേഴ്സ് ഫോർ എ കോമൺ പർപ്പസ്. അതുപോലെ ഇംഗ്ലണ്ട് ഈസ് കൺസിഡേർഡ് ആസ് ദ ബർത്ത് പ്ലേസ് ഓഫ് കോപ്പറേറ്റീവ് മൂവ്മെൻറ്റ് ഇൻ ദ വേൾഡ്. ലോകത്തിലെ തന്നെ കോപ്പറേറ്റീവ് മൂവ്മെൻറ്റിൻ്റെ ജന്മസ്ഥലം, ബർത്ത് പ്ലേസ് എന്നറിയപ്പെടുന്ന സ്ഥലമാണ് ഇംഗ്ലണ്ട് എന്ന് പറയുന്നത്. ദെൻ റോബർട്ട് ഓവൻ ഈസ് ദ ഫാദർ ഓഫ് കോപ്പറേറ്റീവ് മൂവ്മെൻറ്റ് ഇൻ ദ വേൾഡ്. വേൾഡിലെ തന്നെ സഹകരണത്തിൻ്റെ പിതാവ് ആരെന്ന് ചോദിച്ചാൽ റോബർട്ട് ഓവൻ ആണ് ആൻസർ ആയിട്ട് വരിക. ഫെഡറിക് നിക്കോൾസൺ ഈസ് കൺസിഡേർഡ് ആസ് ദ ഫാദർ ഓഫ് കോപ്പറേറ്റീവ് മൂവ്മെൻറ്റ് ഇൻ ഇന്ത്യ. ഇന്ത്യൻ സഹകരണത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് ഈ പറയുന്ന ഫെഡറിക് നിക്കോൾസൺ എന്ന് പറയുന്നത് കൂടി ഓർക്കുക. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 9. ഫൈൻഡ് ദ റോങ് വൺ ഫ്രം ദ ഫോളോവിങ്. തന്നിരിക്കുന്നതിൽ ഒരെണ്ണം മാത്രം തെറ്റായതാണ്. ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ എക്കണോമിക് ആസ്പെക്ട്, ഓപ്ഷൻ ബി എത്തിക്കൽ ആസ്പെക്ട്, ഓപ്ഷൻ സി സോഷ്യൽ ആസ്പെക്ട്, ഓപ്ഷൻ ഡി മോറൽ ആസ്പെക്ട്. നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് 3 fold ആസ്പെക്ട് ഓഫ് കോപ്പറേഷൻ. എക്കണോമിക്, സോഷ്യൽ ആൻഡ് മോറൽ ആസ്പെക്ട് ആയിരുന്നു വരുന്നത്. അപ്പോൾ ഏതാണ്? ഓപ്ഷൻ ബി എത്തിക്കൽ ആസ്പെക്ട് എന്നത് തെറ്റാണ്. ഇൻകറക്റ്റ് വൺ ഓപ്ഷൻ ബി എത്തിക്കൽ ആസ്പെക്ട് ആണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അപ്പോൾ മൊഡ്യൂൾ 1 റിലേറ്റഡ് ആയിട്ടുള്ള റിവിഷൻ ക്ലാസ്സിൻ്റെ അവസാനത്തെ ക്വസ്റ്റ്യൻ ആണ് ക്വസ്റ്റ്യൻ നമ്പർ 10. XYZ is a cooperative society which decides to adopt the cooperative model followed by PQR cooperative society. It is referred to as option A designer, option B discourse, option C conventional, option D both A and B. എന്താണ് ചോദിച്ചിരിക്കുന്നത്? XYZ എന്ന് പറയുന്നത് ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റിയാണ്. അവർ തീരുമാനിക്കുകയാണ് PQR എന്ന് പറയുന്ന കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ മോഡൽ ഒന്ന് അഡോപ്റ്റ് ചെയ്യാം എന്ന് പറഞ്ഞ് അവർ തീരുമാനിക്കുകയാണ്. അപ്പം ഈ പറയുന്നതിൽ ഏത് മോഡലാണ് അതിന് ഉദാഹരണം അല്ലെങ്കിൽ എക്സാമ്പിൾ അല്ലെങ്കിൽ ഏത് മോഡലാണ് അതെന്നാണ് ചോദിച്ചിരിക്കുന്നത്.
ഓപ്ഷൻ എ ഡിസൈനർ, ഓപ്ഷൻ ബി ഡിസ്കോഴ്സ്, ഓപ്ഷൻ സി കൺവെൻഷണൽ, ഓപ്ഷൻ ഡി ബോത്ത് എ ആൻഡ് ബി. ആൻസർ വരിക ഏതാണ്? ഓപ്ഷൻ എ ഡിസൈനർ അല്ലെങ്കിൽ ബ്ലൂ പ്രിന്റ് മോഡലാണ്. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. മോഡൽ ഓഫ് ദി സൊസൈറ്റീനെ ബേസ് ചെയ്തുകൊണ്ട് നമ്മൾ പഠിച്ചു 5 ആയിട്ടാണ് തിരിച്ചിരിക്കുന്നത് അല്ലേ? ഡിസൈനർ അല്ലെങ്കിൽ ബ്ലൂ പ്രിന്റ് മോഡൽ, ഗ്രീൻ ഹൗസ് അല്ലെങ്കിൽ ഡിസ്കോഴ്സ് മോഡൽ, കൺവെൻഷണൽ മോഡൽ, ഇൻ്റഗ്രേറ്റഡ് മോഡൽ അല്ലെങ്കിൽ ആൻഡ് കളക്റ്റീവ് മോഡൽ. ഇപ്പോൾ ഈ ഓപ്ഷനിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ നമുക്ക് ജസ്റ്റ് ഒന്ന് ഡിസ്കസ് ചെയ്ത് പോകാം. ആദ്യം പറഞ്ഞിരിക്കുന്നത് ബ്ലൂ പ്രിന്റ് മോഡലിനെ കുറിച്ചിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. നോക്കാം. എ ഡിസൈനർ അല്ലെങ്കിൽ ബ്ലൂ പ്രിന്റ് മോഡലാണ് വരുന്നത്. എ മോഡൽ വിച്ച് ഈസ് ഓൾറെഡി ഇംപ്ലിമെൻറ്റഡ് ഇൻ അതർ പ്ലേസസ്. മറ്റുള്ള സ്ഥലങ്ങളിൽ ഓൾറെഡി ഇംപ്ലിമെൻറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു മോഡലാണ്. അതിനെ നമ്മൾ അഡോപ്റ്റ് ചെയ്യുകയാണെങ്കിൽ ആ മോഡലിനെ ഡിസൈനർ അല്ലെങ്കിൽ ബ്ലൂ പ്രിന്റ് മോഡൽ, ഇൻബിൽഡ് മോഡൽ എന്നൊക്കെ നമുക്ക് പറയാം. ഇറ്റ് ഈസ് എ ടെസ്റ്റഡ് മോഡൽ. സോ മെറിറ്റ്സ് ആൻഡ് ഡിമെറിറ്റ്സ് ആർ നോൺ ടു പീപ്പിൾ. എന്താണ്? ഓൾറെഡി ഒരിടത്ത് ടെസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന മോഡലാണ്, ഒരിടത്ത് ഇംപ്ലിമെൻറ്റ് ചെയ്തിരിക്കുന്ന മോഡലാണ്. അതിനെ നമ്മൾ സിംപ്ലി അഡോപ്റ്റ് ചെയ്യുകയാണ്. അപ്പോൾ എന്താണ്? ആ ഒരു മോഡലിന് എന്തൊക്കെ മെറിറ്റ്സ് ഉണ്ട്, എന്തൊക്കെ ഡിമെറിറ്റ്സ് ഉണ്ടെന്നൊക്കെ കൃത്യമായിട്ട് നമുക്ക് അറിയാൻ സാധിക്കും. അതുകൊണ്ട് എന്താണ്? വിച്ച് ഈസ് ഓൾറെഡി ഇംപ്ലിമെൻറ്റഡ് ഇൻ അതർ പ്ലേസസ്. ഒരിടത്ത് ഇംപ്ലിമെൻറ്റ് ചെയ്ത കാര്യം അല്ലെങ്കിൽ ഒരു മോഡലിനെ അഡോപ്റ്റ് ചെയ്തു എന്ന് ക്വസ്റ്റ്യനിൽ കണ്ടാൽ നമുക്ക് ഡിസൈനർ അല്ലെങ്കിൽ ബ്ലൂ പ്രിന്റ് മോഡൽ ഓപ്റ്റ് ചെയ്യാം. സെക്കൻഡ് വൺ എന്താണ് പറയുന്നത്? ഗ്രീൻ ഹൗസ് അല്ലെങ്കിൽ ഡിസ്കോഴ്സ് കോപ്പറേറ്റീവ്സ് ആണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ? കസ്റ്റമൈസ്ഡ് അല്ലെങ്കിൽ ടൈലർ മെയ്ഡ് മോഡലാണ്. ഡെവലപ്ഡ് ടു മീറ്റ് ദ സ്പെഷ്യലൈസ്ഡ് നീഡ്സ് ഓഫ് ദ മെമ്പേഴ്സ് ആൻഡ് യൂസേഴ്സ്. ഇതുവരെ എങ്ങും ഫോം ചെയ്യപ്പെട്ടിട്ടുള്ള മോഡലൊന്നുമല്ല. ഒരു സൊസൈറ്റിയുടെ ബേസ് ചെയ്ത് അല്ലെങ്കിൽ അവരുടെ നീഡ്സ് ആൻഡ് വാണ്ട്സിനനുസരിച്ചിട്ട് എന്താണ് പുതിയതായിട്ട് ടൈലർ മെയ്ഡായിട്ട് ഒരു മോഡൽ ക്രിയേറ്റ് ചെയ്യുകയാണ്. അവരുടെ ആവശ്യകതകൾ എന്തെന്നറിഞ്ഞ് അതിനനുസൃതമായിട്ട് ഒരു മോഡൽ ഡെവലപ്പ് ചെയ്തെടുക്കുകയാണെങ്കിൽ ആ മോഡലിനെ ഗ്രീൻ ഹൗസ് അല്ലെങ്കിൽ ഡിസ്കോഴ്സ് കോപ്പറേറ്റീവ് മോഡൽ എന്ന് പറയാം. അതുപോലെ തന്നെ അടുത്ത ഒരു മോഡലായിരുന്നു തേർഡ് വൺ, കൺവെൻഷണൽ മോഡൽ. കൺവെൻഷണൽ മോഡൽ എന്ന് പറയുമ്പോൾ ഇൻ ദിസ് മോഡൽ ദ ഗവൺമെൻറ് ഓർ ലോക്കൽ അഡ്മിനിസ്ട്രേഷൻ ടേക്ക് ദ ഇനിഷ്യേറ്റീവ് ആൻഡ് ദ എൻകറേജ്മെൻറ്റ് ഇൻ ദ സെറ്റിംഗ് അപ്പ് ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റി. ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റി സെറ്റപ്പ് ചെയ്യുക എന്ന് പറയുന്നത് ഗവൺമെൻറ്റിൻ്റെ അല്ലെങ്കിൽ ലോക്കൽ അഡ്മിനിസ്ട്രേഷൻ്റെ ഇനിഷ്യേറ്റീവിൽ വരികയാണ് എന്നുണ്ടെങ്കിൽ ആ മോഡലിനെ കൺവെൻഷണൽ മോഡൽ എന്ന് നമുക്ക് വിളിക്കാം. ഇമ്പോർട്ടൻ്റ് ഒബ്ജക്റ്റീവ് ഈസ്, എന്തിനു വേണ്ടിയാണ് ഇവരിങ്ങനെ ഡെവലപ്പ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഫോം ചെയ്യുന്നത്? ദ ഇമ്പോർട്ടൻ്റ് ഒബ്ജക്റ്റീവ് ഈസ് റൂറൽ ഡെവലപ്മെൻറ്റ്. റൂറൽ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ടാണ്. ആൻഡ് ഇറ്റ്സ് ആക്ട് ആസ് കാറ്റലിസ്റ്റ് ഏജൻറ്റ് ത്രൂ വിച്ച് ദ ഗവൺമെൻറ് ആൻഡ് ദ ലോക്കൽ അഡ്മിനിസ്ട്രേഷൻ ക്യാൻ ഇംപ്ലിമെൻറ്റ് ഡിഫറെൻറ്റ് സ്കീംസ് ഫോർ റൂറൽ ഡെവലപ്മെൻറ്റ്. റൂറൽ ഡെവലപ്മെൻറ്റിനൊക്കെ വേണ്ടിയിട്ടാണ് ഈ പറയുന്ന ഗവൺമെൻറ് അല്ലെങ്കിൽ ലോക്കൽ അഡ്മിനിസ്ട്രേഷൻ്റെ ഇനിഷ്യേറ്റീവിൽ ഈ പറയുന്ന മോഡൽ ഓപ്റ്റ് അല്ലെങ്കിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യപ്പെടുന്നത്. അപ്പോൾ താങ്ക് യു.